1957 ഏപ്രിൽ 1 കേരള നിയമസഭ നിലവിൽ വന്നു. 1957 ഏപ്രിൽ 5 ഒന്നാം മന്ത്രിസഭ അധികാരത്തിലേറി. 1957 ഏപ്രിൽ 27 ഒന്നാം മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗം അല്ലെങ്കിൽ സമ്മേളനം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നറിയപ്പെട്ട EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അമ്മ വിഷ്ണുദത്ത അന്തർജനം. 1909 ജൂലൈ 14 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ ഏലംകുളമനയിൽ ജനിച്ചു. ബാല്യകാല നാമം കുഞ്ചു എന്നായിരുന്നു. ഓർമ്മിക്കുക, PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് EMSന്റെ ബാല്യകാല നാമം. ഓർമ്മിക്കുക, കുഞ്ചു എന്നാണ്. 1926 പാശുപതം എന്ന മാസിക പ്രസിദ്ധീകരിച്ചു. EMSന്റെ ആദ്യ ലേഖനം ഏതാണെന്ന് PSC ചോദിക്കാറുണ്ട്. ഓർമ്മിക്കുക, പാശുപതം. അപ്പോൾ ഓർമ്മിക്കുക, EMSന്റെ ആദ്യ നോവലാണ് പാശുപതം. 1926. 1927 INCയുടെ അംഗമായി. 1931 തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠനം ഉപേക്ഷിച്ചു. 1931 ജവഹർലാൽ നെഹ്റു എന്ന പുസ്തകം രചിച്ചു. EMS രചിച്ച ആദ്യത്തെ പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു. 1932 ജനുവരി 17 അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1932 ഡിക്റ്റേറ്റർ എന്ന പദവി സ്വീകരിച്ചു. 1934 കേരള കൃഷിവ സംഘം രൂപീകരിച്ചു. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറിയായി EMSനെ തന്നെ പരിഗണിക്കുകയും ചെയ്തു. 1934 കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഘടകത്തിന്റെ നേതാവായി മാറി. ഓർമ്മിക്കുക, 1937 മദ്രാസ് നിയമസഭയിൽ അംഗമായി. 1939 കണ്ണൂർ ജില്ലയിലെ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തു. അപ്പോൾ ഓർമ്മിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവാണ് EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ഓർമ്മിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതിൽ ഒരു പ്രധാന നേതാവ് EMS ആണെന്ന് ഓർമ്മിക്കുക. കമ്മ്യൂണിസ്റ്റുകാരനായ നവോത്ഥാന നായകനെന്ന് EMS പരാമർശിച്ചത് വേലുക്കുട്ടി അരയനെയാണ്. അപ്പോൾ ഓർമ്മിക്കുക, കമ്മ്യൂണിസ്റ്റുകാരനായ നവോത്ഥാന നായകനെന്ന് EMS പരാമർശിച്ചത് വേലുക്കുട്ടി അരയനാണ്. 1945 ഓങ്ങല്ലൂരിൽ ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അതിങ്ങനെയാണ്: നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പോൾ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ച ചോദ്യമാണ്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പ്രസ്താവിച്ച മുൻ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. 1957 നീലേശ്വര മണ്ഡലത്തിൽ ജയിച്ച അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി മാറി. ഇദ്ദേഹം നേരിട്ട ആദ്യത്തെ സമരമാണ് ഒരെണ്ണ സമരം. 1957 ഒരെണ്ണ സമരം അരങ്ങേറിയത്. ഓർമ്മിക്കണം, ബോട്ട് കടത്തുകൂലി ഒരെണ്ണയിൽ നിന്നും 10 അണയാക്കി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് EMS സർക്കാർ നേരിട്ട ആദ്യത്തെ സമരമാണ് ഒരെണ്ണ സമരം. 1959 ജൂലൈ 31 വിമോചന സമരം. EMS സർക്കാർ അധികാരത്തിൽ നിന്നും പിരിച്ചുവിടാൻ കാരണമായ സമരമാണ് വിമോചന സമരം. നേതാവ് മന്നത്ത് പത്മനാഭൻ. ഈ സമരത്തിന് കാരണം ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലും KR ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ ബില്ലുമാണെന്ന് ഓർമ്മിക്കുക. വിമോചന സമര സമയത്തെ കേരള ഗവർണറാണ് B. രാമകൃഷ്ണ റാവു. ആർട്ടിക്കിൾ 356 പ്രകാരം പിരിച്ചുവിട്ട ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മന്ത്രിസഭയാണ് EMS മന്ത്രിസഭ. ഇതും കൂടെ ഒന്ന് ഓർമ്മിക്കുക. 1910 തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാൾ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രം തിരിച്ചു നൽകിയ കേരള മുഖ്യമന്ത്രിയും EMS ആണ്. 1960-64 കാലഘട്ടത്തെ പ്രതിപക്ഷ നേതാവാണ് EMS. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. 1962 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി മാറി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPM നേതാവായി മാറുകയും ചെയ്തു. 1967 കേരള ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത്. ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഓർമ്മിക്കുക, കേരളത്തിലെ ആദ്യത്തെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനും EMS ആണ്. 1978 മുതൽ 1992 വരെ CPM ജനറൽ സെക്രട്ടറി. മരണം 1998 മാർച്ച് 19. ന്യൂമോണിയ ബാധിച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു. ഇന്ത്യ അണ്ടർ ദി കോൺഗ്രസ് റൂൾ. കേരള എസ്റ്റർഡേ. ദ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ദ സോഷ്യലിസ്റ്റ് പാറ്റേൺ. നമ്മുടെ ഭാഷ. നവോത്ഥാനവും മലയാള സാഹിത്യവും. മാർക്സിസവും മലയാള സാഹിത്യവും. ആശാനും മലയാള സാഹിത്യവും.
ബെർലിൻ ഡയറി, യൂറോപ്യൻ ഡയറി, ഏഷ്യൻ ഡയറി. അപ്പോൾ ഓർമ്മിക്കണം, 3 ഡയറികളുണ്ട്. ബെർലിൻ ഡയറി, യൂറോപ്യൻ ഡയറി, ഏഷ്യൻ ഡയറി. EMSഉം ജീവിതവും ചിന്തയും എന്ന പുസ്തകം രചിച്ചത് IV ദാസാണ്. EMS എന്ന കൃതി രചിച്ചത് അനിൽ AV. EMS എന്ന കൃതി രചിച്ചത് പിരപ്പൻകോട് മുരളി. സഖാവ് EMS നമ്പൂതിരിപ്പാട് എന്ന കൃതി രചിച്ചത് മുല്ലശ്ശേരി പ്രസന്നൻ. EMS നമ്പൂതിരിപ്പാട് എന്ന കൃതി രചിച്ചത് ഗോവിന്ദൻ പിള്ള. EMS നമ്പൂതിരിപ്പാട് ദ മാക്സിസ് ലീഡർ എന്ന പുസ്തകം രചിച്ചത് SR ബഷീർ. ജനകോടികളുടെ EMS എന്ന കൃതി രചിച്ചത് M രാജൻ ബാബു. അറിയപ്പെടാത്ത EMS എന്ന കൃതി രചിച്ചത് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. EMSനെ കുറിച്ച് മഹാനദി പോലെ മഹാമേരു പോലെ എന്ന കൃതി രചിച്ചത് C ഭാസ്കരൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിപക്ഷ നേതാവായ വ്യക്തിയും EMS ആണ്. EMSൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കേരള നിയമസഭയുടെ വളപ്പിലാണെന്ന് ഓർമ്മിക്കുക. പ്രിയനന്ദൻ്റെ നെയ്ത്തുകാരൻ എന്ന സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയം EMS ആണ്. കേശവൻ്റെ വിലാപം എന്ന കൃതിയുടെ കർത്താവ് M മുകുന്ദനാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം EMS ആണ്. അപ്പോൾ ഓർമ്മിക്കണം, കേശവൻ്റെ വിലാപം M മുകുന്ദൻ, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം EMS ആണ്. EMSൻ്റെ അവസാന കൃതിയാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ. അപ്പോൾ ഓർമ്മിക്കണം, EMSൻ്റെ അവസാന കൃതിയാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ. EMSൻ്റെ ആത്മകഥയാണ് ആത്മകഥ. അപ്പോൾ ഓർമ്മിക്കണം, EMSൻ്റെ ആത്മകഥയാണ് ആത്മകഥ. അതുപോലെ തന്നെ അക്കാമ ചെറിയാൻ്റെ ആത്മകഥയും ആത്മകഥ തന്നെയാണ്. ഓർമ്മിച്ച് വയ്ക്കുക, ഒരു മാർക്ക് ഉറപ്പിക്കുക.